Hello, dear students. Welcome to Phoenix Technos. Industries Extension ഓഫീസിന്റെ മാത്തമാറ്റിക്സ് സിലബസിൽ കാൽക്കുലസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 5 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ് ദ ഹോൾ പവർ എക്സ്. ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ ഫോർമാറ്റിലാണ്. അവിടെ വേരിയബിൾ എക്സ് എന്താണ്, ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനില് എന്താണ്, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 3 മൈനസ് എക്സില് ജസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു എന്താണ്, അതിനെ ഒരു നോർമൽ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാൻ ഞാൻ അസ്യൂം ചെയ്യുന്നു. അവിടെ എക്സ് കോമൺ എടുത്താൽ, ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനില് എക്സ് കോമൺ എടുത്താൽ അത് ഏത് ഫോമിലായിട്ട് മാറും? എക്സ് ഇൻറ്റു 5 ബൈ എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ പവർ എക്സ് ആയിട്ട് മാറും. ഇവിടെ എക്സ് ക്യാൻസൽ ചെയ്ത് പോയാൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പം 5 ഡിവൈഡ് ബൈ എക്സും 3 ഡിവൈഡ് ബൈ എക്സും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദെർഫോർ ഇവിടെ 0 മൈനസ് 1 ഡിവൈഡ് ബൈ 0 മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1 ഡിവൈഡ് ബൈ മൈനസ് 1 ആയിട്ട് മാറും. ദെർഫോർ 1 റേസ് ടു എക്സ് ഫോമിലാകും. ഇവിടെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പം ഈ ലിമിറ്റ് എന്തായിട്ട് മാറും? 1 റേസ് ടു ഇൻഫിനിറ്റി ആകും. ആൻസർ 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അതൊരിക്കലും കറക്റ്റ് അല്ല. കാരണം 1 റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ദെർഫോർ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഒരിക്കലും 1 റേസ് ടു ഇൻഫിനിറ്റി വന്നാൽ ഒരിക്കലും 1 എന്ന് അസ്യൂം ചെയ്യരുത്. ഒരിക്കലും 1 റേസ് ടു ഇൻഫിനിറ്റി എന്തല്ല, 1 അല്ല. കാരണം 1നോട് അടുത്തുള്ള ഒരു സ്മോൾ വാല്യൂ ഞാൻ അസ്യൂം ചെയ്യുന്നു 1.001 എന്ന് അസ്യൂം ചെയ്യുന്നു. അല്ലെങ്കിൽ 1നേക്കാളും ലെഫ്റ്റിലുള്ള ഒരു വാല്യൂ 0.999 സംതിങ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഇവിടെ ഈ നമ്പേഴ്സിന്റെ പവർ വെരി ലാർജ് നമ്പേഴ്സ് ആയാല്, ഇൻഫിനിറ്റി ആയാല്, ഇത് ഒരിക്കലും എന്തല്ല, 1 അല്ല. 1നേക്കാളും വെരി ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും ഇത്. അതുപോലെ 1നേക്കാളും വെരി സ്മോൾ വാല്യൂ ആയിരിക്കും ഈ വാല്യൂ. ദെർഫോർ ഒരിക്കലും 1 റേസ് ടു ഇൻഫിനിറ്റിനെ 1 ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റില്ല. 1 റേസ് ടു ഇൻഫിനിറ്റി എന്തായിരിക്കും? ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയിരിക്കും. ദെർഫോർ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞായിരുന്നു. ആ ഷോർട്ട് കട്ടാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എ ഡിവൈഡ് ബൈ എക്സ് ദ ഹോൾ പവർ എക്സ്. ഈ ഫോമിൽ തന്നാൽ ആൻസർ എന്തായിരിക്കും? ഇവിടെ വരുന്ന എ ബൈ എക്സ് എക്സ്പൊണൻഷ്യൽ പവർ ആയിട്ട് എഴുതും. അത് മൾട്ടിപ്ലൈഡ് വിത്ത് ഇവിടെ വരുന്ന പവർ ആയിരിക്കും. ദെർഫോർ ആൻസർ എന്തായിരിക്കും? ഇ റേസ് ടു എ ആയിരിക്കും ആൻസർ. അത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഷോർട്ട് കട്ട് ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ ആ ഫോമില് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ദ ഗിവൺ ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഞാൻ ന്യൂമറേറ്ററിൽ നിന്ന് മൈനസ് എക്സ് കോമൺ എടുക്കുന്നു. ദെർഫോർ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും? മൈനസ് എക്സ് കോമൺ എടുത്താൽ ന്യൂമറേറ്റർ 1 മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് ആയിട്ട് മാറും. ഇവിടെ എന്താണ് കോമൺ എടുത്തത്? മൈനസ് എക്സ് ആണ് ന്യൂമറേറ്ററിൽ നിന്ന് കോമൺ എടുത്തത്. സിമിലർലി ഡിനോമിനേറ്ററിൽ നിന്ന് മൈനസ് എക്സ് കോമൺ എടുത്താൽ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? 1 മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് ആയിട്ട് മാറും. ഇവിടെ ഈ ടോട്ടൽ വാല്യൂല് ടോട്ടൽ പവർ ആയിട്ട് ആരുണ്ട്? ഒരു റേസ് ടു എക്സ് ഉണ്ട്. ഇവിടെ കോമൺ ഫാക്ടർ മൈനസ് എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെർഫോർ ദ ഗിവൺ ലിമിറ്റ് റെഡ്യൂസസ് ടു എന്തായിട്ട് മാറും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് ദ ഹോൾ പവർ എക്സ് ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് ദ ഹോൾ പവർ എക്സ് ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ നമുക്കറിയാം ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ അനദർ ഫംഗ്ഷൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദ ന്യൂമറേറ്റർ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ലിമിറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ ന്യൂമറേറ്ററിലെ ടൈം ഏത് ഫോമിലായിട്ട് മാറി? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എ ബൈ എക്സ് റേസ് ടു എക്സ് ആയിട്ട് മാറി. സിമിലർലി ഡിനോമിനേറ്ററും സെയിം ഫോമിൽ തന്നെയാണ്. ദെർഫോർ ന്യൂമറേറ്ററിന്റെ ആൻസർ എന്തായിരിക്കും? ഷോർട്ട് കട്ട് എന്തായിരിക്കും? ന്യൂമറേറ്ററിന്റെ ഷോർട്ട് കട്ട് ഇ റേസ് ടു ഇവിടെ വരുന്ന ടൈം എന്താണോ അത് മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് ആണ്. അതേ മൾട്ടിപ്ലൈഡ് വിത്ത് അവിടുത്തെ പവർ എക്സ് ആയിരിക്കും. സിമിലർലി ഡിനോമിനേറ്റർ വാല്യൂ എന്തായിരിക്കും? ഡിനോമിനേറ്റർ വാല്യൂ ഈക്വൽ ടു ഇ റേസ് ടു ഇവിടെ വരുന്ന വാല്യൂ മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് ആണ്. ദെർഫോർ മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ്
മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് ആയിരിക്കും. ഈക്വൽ ടു എന്തായിട്ട് മാറും? എക്സ് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ക്യാൻസൽ ചെയ്ത് പോകും. ദർഫോർ ഇ റേസ് ടു -5 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു -3 ആയിരിക്കും ആൻസർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇ റേസ് ടു -5 മൈനസ് ഓഫ് -3 ഈക്വൽ ടു ഇ റേസ് ടു -5 പ്ലസ് 3 ഈക്വൽ ടു ഇ റേസ് ടു -2, അല്ലെങ്കിൽ നമുക്ക് പറയാം 1 ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ ആയിരിക്കും ആൻസർ. ദർഫോർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക. ഷോർട്ട് കട്ട് ഇതാണ്. ഇവിടെ വരുന്ന ടേം എന്താണ്? ഇപ്പൊ എക്സാമ്പിള് ഞാൻ അസ്യൂം ചെയ്യുന്നു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ലിമിറ്റിന്റെ വാല്യൂ എ മൈനസ് എക്സ്. ഫൈൻഡ് ചെയ്യേണ്ട ലിമിറ്റ് വാല്യൂ എ മൈനസ് എക്സ് ഡിവൈഡ് ബൈ ബി മൈനസ് എക്സ് ദ ഹോൾ പവർ എക്സ് ആണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? അതിന്റെ ഫൈനൽ ആൻസർ ഈക്വൽ ടു ഇ റേസ് ടു ബി മൈനസ് എ ആയിരിക്കും. നെക്സ്റ്റ് ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചു. എന്താണ് നെക്സ്റ്റ് ഷോർട്ട് കട്ട്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എ മൈനസ് എക്സ് ഡിവൈഡ് ബൈ ബി മൈനസ് എക്സ് ദ ഹോൾ പവർ എക്സ് വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്തായിരിക്കും ആൻസർ? ഇ പവർ ബി മൈനസ് എ ആയിരിക്കും ആൻസർ. എത്രയും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഷോർട്ട് കട്ട് മാത്രം ഓർത്തിരുന്നാല് വിത്തിൻ 2 സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും.